വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സോയ ബീൻസ് കൊണ്ടൊരു ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതിന് കൂടെ ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരണേ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായി വാട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാതെ ബ്രൗൺ കളറാവുണ്ട്. പിന്നെ നന്നായിട്ട് വാടി കിട്ടുകയും ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി എന്നിട്ടൊന്ന് ഇളക്കി അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ മീറ്റ് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ഇട്ടാലും മതി, കുഴപ്പമില്ല. ഇനി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ നിങ്ങൾക്ക് കുറച്ച് ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. എരിവ് ആവശ്യമാണെങ്കിൽ. പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് തക്കാളിയൊക്കെ ഒന്ന് വേകാൻ വേണ്ടി നമുക്കൊരു
1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തതിലേക്ക് ചേരണം. നമുക്ക് മൂടി വെച്ച് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് സോയാബീൻസ് ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു വിസിലടിച്ച്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഒറ്റ വിസിൽ മാത്രം അടിച്ച് എടുത്തതാണ്. വെള്ളമൊന്നും ഇല്ലാതിരിക്കണം, ഡ്രൈ ആയിട്ടിരിക്കണം. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനത് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ചെറിയൊരു ഗ്രേവി ഇല്ല എന്നാൽ അത്ര ഡ്രൈയും അല്ലാത്ത രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വേറെ നമ്മൾ എക്സ്ട്രാ മസാല ഒന്നും ചേർക്കുന്നില്ല. മീറ്റ് മസാല ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഒന്ന് മൂടി വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഡ്രൈ ആക്കിയിട്ട് ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.